സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ ഫ്ലൈറ്റും പിടിച്ച് അങ്ങ് ലണ്ടനിൽ പോയ ഒരു മണ്ടന്റെ വാർത്തകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. വേറെ ആരുമല്ല, നമ്മുടെ ക്ലോസറ്റ് ഹുസൈൻ്റെ കാര്യമാണ് പറഞ്ഞു വരുന്നത്. സത്യത്തിൽ ഈ വീഡിയോകളെല്ലാം സമൂഹ മാധ്യമങ്ങളിലൊക്കെ ഇങ്ങനെ വരുമ്പോഴത്തേക്ക് ഞാൻ ഏറ്റവും കൂടുതൽ പ്രതീക്ഷ അല്ലെങ്കിൽ കാത്തിരിക്കുന്ന ഒരു വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ അൻസാരി സൂര്യ ഉസ്താദിനെയാണ്. നിങ്ങളും ഒരു പക്ഷേ കാത്തിരിക്കുന്നത് അൻസാരി ഉസ്താദിന്റെ മറുപടി എന്താണ് എന്നറിയാൻ വേണ്ടിയായിരിക്കും അല്ലേ? ആദ്യം പറയുന്നതിന് മുമ്പ് രണ്ട് മൂന്ന് കാര്യങ്ങൾ പ്രിയപ്പെട്ട പ്രേക്ഷകരോടൊന്ന് ഉണർത്താനുണ്ട്. എന്താണേലും ഫ്ലൈറ്റൊക്കെ പിടിച്ച് ഇവിടുന്ന് സംഘപരിവാറിനെ ഊമ്പിച്ചും പറ്റിച്ചും ജീവിക്കുന്ന പോലെ അങ്ങ് വിദേശത്ത് പോയിട്ട് ഇസ്ലാമിനെ തേച്ചൊട്ടിക്കാം എന്ന് വിചാരിച്ചിട്ടുള്ള ഈ മരമണ്ടൻ രണ്ടും മൂന്നും പെണ്ണും കെട്ടി അതിൽ മക്കളെ ഉണ്ടാക്കി ഇട്ട് കൊടുത്തിട്ട് ലോകം മുഴുവൻ വ്യഭിചരിച്ച് നടക്കുന്ന ഈ പുരുഷ വേശി എന്ന് പറയുന്ന ഈ പരമചെറ്റ പറഞ്ഞിട്ടുള്ള ഒരു പ്രസ്താവനയുണ്ട്. ഇസ്ലാമിൽ സ്വന്തം മകളെ വിവാഹം കഴിക്കാൻ അനുവദനീയമാണ് എന്നാണ് ഈ നായ പറഞ്ഞത്. എന്തായാലും ലണ്ടനിൽ പോയി ഇവൻ അതൊരു പൊതുവേദിയിൽ നിന്ന് പറഞ്ഞപ്പോൾ നല്ല ഉഷിരുള്ള നട്ടലുള്ള ഈമാൻ ഉറച്ചിട്ടുള്ള ഖുർആൻ പഠിച്ചിട്ടുള്ള ഒരു മുസൽമാൻ ഇവനെ നിർത്തിപ്പൊരിക്കുന്ന ആ വീഡിയോകൾ കണ്ട് നമ്മളെല്ലാം സന്തോഷിച്ചിരിക്കുകയാണ് അല്ലേ? സംഘപരിവാർ കാസായൊക്കെ ഈ വീഡിയോ ചെയ്യുന്നതിൻ്റെ താഴെ കുറെ കമന്റുകൾ കൊണ്ടുവന്നിരുന്നുണ്ട്. ഫതഹുൽ മുഈൻ എന്ന് പറയുന്ന ഒരു അറബി വാക്കെടുത്തുകൊണ്ട് വന്നിട്ടാണ് ബൊമ്മാരി മെഴുകുന്നത്. സ്വന്തം മകളെ വിവാഹം കഴിക്കാം എന്ന് പറയുന്നത് ഖുർആനിലോ ഹദീസുകളിലോ ഒന്നും എവിടെയും നമുക്ക് കാണിച്ചു തരാൻ സാധിക്കത്തില്ല. പിന്നെ ചില പണ്ഡിതന്മാർ എഴുതിയിട്ടുള്ള ചില കിതാബുകളൊക്കെ എവിടുന്നൊക്കെയോ ഈ ചില വേട്ടാവളിമാർ പൊക്കിക്കൊണ്ട് വന്നിട്ട് ഇതാണ് എന്നൊക്കെ പറയുന്നുണ്ട്. വിവരമില്ലായ്മ ഒരു അലങ്കാരമാക്കി കൊണ്ട് നടക്കലാണ് ഈ പരിപാടി. സംഖ്യകളെയും കാസുകളെയും ഇങ്ങനെ ഊമ്പിച്ച് ആണും പെണ്ണും കെട്ടി ജീവിക്കുന്നതിനെക്കാട്ടി നല്ലത് ഇസ്രയേലിൽ പോയി അവിടുന്ന് ജൂതന്മാരുടെ അണ്ണാക്കിൽ അടിയും മേടിച്ച് ഇപ്പൊ മൂട്ടി തീ പിടിച്ചത് കണക്ക് ലണ്ടനിൽ നിന്ന് ഈ നായി ഓടിയിട്ടുണ്ട്. ഇവന് നമ്മുടെ അൻസാരി സൂര്യ ഉസ്താദ് കൊടുക്കുന്ന ആ കിണ്ണം കാച്ചിയ മറുപടി ആഹാ, അതൊന്ന് കണ്ടുനോക്കാം. ഹലോ, നമ്മുടെ കോയക്കോളിങ് നടത്തുന്ന ആരിഫിക്കല്ലേ? ഞാൻ നിങ്ങളുടെ ഹാർപ്പിക് ഹുസൈൻ. സോറി പേര് മാറിപ്പോയതാ. ഹാർപ്പിക് ഹുസൈൻ. ഹാർപ്പിക് അപ്പനെ നമ്മുടെ ഖുർആനിൽ സ്വന്തം മകളെ കെട്ടാന്ന് പറയുന്ന ആയത്ത് ഏത് ഭാഗത്താ? ഈ അടുത്ത് ലണ്ടനിൽ പോയിട്ട് കുറച്ച് മുസ്ലിങ്ങൾ ഉത്തരം മുട്ടിച്ചില്ലേ? ആയത്ത് ഏത് ഭാഗത്താ? എന്തിനാണെന്നാ? നമ്മുടെ ആലപ്പുഴക്കാരൻ അൻസാരി സൂര്യ ഉണ്ടാവും, സോഷ്യൽ മീഡിയയിൽ കിടന്ന് ഭയങ്കര വെള്ളച്ചില. അവനെ അണ്ണാക്കിൽ പിരിവെട്ടിക്കാൻ വേണ്ടി, അവനൊരു പണി കൊടുക്കാൻ വേണ്ടി എഴുതുക. വെറുതെ ഇല്ല, തിരക്കില്ല, പതുക്കെ തന്നാൽ മതി. സുഹരിക്കൊരു പണി കൊടുക്കണം, നമ്മുടെ കുറെ നാളെ കൊണ്ട് നടക്കാം. അവനൊന്ന് ശരിയാക്കാനുണ്ട്. ധൃതിയില്ല, പതുക്കെ മതി. തപ്പ ഞാനും തപ്പ നെറ്റുണ്ടല്ലോ അല്ലേ? മുഖത്ത് എന്തോ ഒരു ഭാവവ്യത്യാസം വരുന്നുണ്ടല്ലോ ആരിഫിക്ക. മുഖത്ത് വയറ്റിൽ നിന്ന് പോകാത്തന്നെ വല്ല പ്രയാസമാണോ? ചെറുപഴം രണ്ടെണ്ണം കഴിച്ചാൽ മതി, ശരിയാവും. കഴിച്ചെന്നാ? രാവിലെ കഴിച്ചെന്നാ? അപ്പൊ പിന്നെ പ്രശ്നമില്ല. മുഖത്ത് എന്തോ ഒരു ക്ഷീണം പോലെ. ആയത്ത് പതുക്കെ തിരക്കൊന്നുമില്ല. ആയത്ത് പതുക്കെ തപ്പി തന്നാൽ മതി. സ്വന്തം മകളെ കെട്ടാന്ന് പറയുന്ന ആയത്ത് ഖുർആനിലുണ്ടെങ്കിൽ പതുക്കെ തപ്പി തന്നാൽ മതി. ഒരു തിരക്കില്ല. കിട്ടുന്നില്ലേ? തപ്പ് അപ്പാ, നിങ്ങൾ ആത്മാർത്ഥോടെ തപ്പ്. ഞാൻ തപ്പന്നേപ്പാ. ഖുർആനിൽ തപ്പിയിട്ട് കിട്ടില്ല. ഞാൻ കിണറ്റി തപ്പി നോക്കട്ടെ. കിണറ്റി തപ്പ. അവിടേക്ക് വെയിറ്റ്. ഹലോ, കിണറ്റി തപ്പിയിട്ട് കിട്ടില്ല. നീ എവിടെ തപ്പിയാ കിട്ടും ഈ ആയത്ത്? അപ്പം നിങ്ങളെ നമ്പിയ നമ്മള് അത് തന്നെ. ഇന്റർനെറ്റ് ഇസ്ലാമിന്റെ കഥ കഴിക്കുമെന്ന് പറയുന്നത് ഇങ്ങനെയും കൂടിയാണ്. നമ്മുടെ ആരിഫ് ഹുസൈനെ കണ്ടു കിട്ടുന്നവർക്ക്, അല്ലെ ആരിഫ് ഹുസൈൻ എവിടെ ഉണ്ടെന്ന് പറയുന്നവർക്ക് ഇനാം പ്രഖ്യാപിച്ചിരിക്കുന്നു. കാരണം മുസ്ലിങ്ങൾ എങ്ങനെ ലണ്ടൻ കുളം തോണ്ടിയെന്ന് കാണിക്കാൻ വേണ്ടി ലണ്ടനിലേക്ക് പോയതാണ്. പക്ഷെ നമ്മുടെ നല്ലവരായ കുറച്ച് മുസ്ലിം സഹോദരങ്ങൾ ഒന്ന് പിടിഞ്ഞു. അത് വിവരക്കേട് പറഞ്ഞായിരുന്നു. നേരത്തെ ഒരു വീഡിയോ ചെയ്തായിരുന്നു, അച്ഛന്മാര് മക്കളെ ഭാര്യമാരാക്കുന്നു. അവര് ചോദിച്ച് തെളിവ് തരാൻ പറഞ്ഞു. ബബ്ബെ അടിക്കുന്നത് കണ്ട് പിന്നെ ആളെ എങ്ങും കാണുന്നില്ല. നമ്മുടെ അൻസാരി ഉസ്താദ് റോസ്റ്റിംഗ് വീഡിയോ ഇട്ടാൽ ഞാൻ ചെയ്യാം. അതിനു മുമ്പ് തന്നെ സത്യം പറഞ്ഞ ഞാൻ ഇവനെ കുറിച്ച് നേരത്തെ ഒരു വീഡിയോ ഉണ്ടാക്കിയപ്പോൾ കുറെ സംഘികൾ, അതിനകത്ത് വേറെ ആരും കമന്റുകൾ ചെയ്ത് കുറെ സംഘികൾ വന്ന് ആക്ഷേപിക്കുകയും ചെയ്തു. ഒരുത്തൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞത്, അദ്ദേഹത്തിന്റെ ആശയങ്ങൾ നിനക്കറിയോ? നീ മറ്റേ ഇങ്ങനെ വേറെ രീതി പറഞ്ഞ അവന്മാരെ സപ്പോർട്ട് ചെയ്തിട്ട് നിനക്ക് എന്ത് കിട്ടാനാണ്? നീ അദ്ദേഹത്തിന്റെ ആശയങ്ങൾ അറിയാം, അദ്ദേഹം വലിയ ഒരു പ്രവർത്തനത്തിന് നമുക്ക് കുറെ വർത്തനം പറഞ്ഞു. നമുക്ക് സബ്സ്ക്രൈബേഴ്സ് ഇല്ല, നമ്മളെ കാണാൻ നമുക്ക് വലിയ ക്യാമറകളില്ല, ഒന്നുമില്ല. നമ്മൾ അത്യാവശ്യം റിവ്യൂ വീഡിയോ ചെയ്യുന്നത്. നമ്മുടെ ഹാർപ്പിക് ഹുസൈൻ എന്തായാലും നല്ലൊരു 8ന്റെ പണി കിട്ടിയിരിക്കുകയാണ്. ഉസ്താദിന്റെ, നമ്മുടെ അൻസാരി ഉസ്താദിന്റെ ഈ വീഡിയോ ഒന്ന് കണ്ടിട്ട് നമുക്ക് ബാക്കിയിലേക്ക് വരാം. നമ്മുടെ കോയക്കോളിങ് നടത്തുന്ന ആരിഫിക്കല്ലേ? ഞാൻ നിങ്ങളുടെ ഹാർപ്പിക് ഹുസൈൻ. സോറി പേര് മാറിപ്പോയതാ. ഹാർപ്പിക് ഹുസൈൻ. ഹാർപ്പിക് അപ്പനെ നമ്മുടെ ഖുർആനിൽ സ്വന്തം മകളെ കെട്ടാന്ന് പറയുന്ന ആയത്ത് ഏത് ഭാഗത്താ?
ഈ അടുത്ത് ലണ്ടനിൽ പോയിട്ട് കുറച്ച് മുസ്ലിമീങ്ങൾ ഉത്തരം മുട്ടിച്ചില്ലേ? ആ ആയത്ത് ഏത് ഭാഗത്താ? എന്തിനാണെന്നാ? നമ്മുടെ ആലപ്പുഴക്കാരൻ ഒരു അൻസാരി സൂര്യ ഉണ്ടാവും, സോഷ്യൽ മീഡിയയിൽ കിടന്ന് ഭയങ്കര വെള്ളച്ചില. അവനെ അണ്ണാക്കിൽ പിരിവെട്ടിക്കാൻ വേണ്ടി, അവനൊരു പണി കൊടുക്കാൻ വേണ്ടി. തപ്പി എടുത്തു, ധൃതിയില്ല, തിരക്കില്ല, പതുക്കെ തന്നാൽ മതി. സുഹരിക്ക് ഒരു പണി കൊടുക്കണം, നമ്മുടെ കുറെ നാളെ കൊണ്ട് നടക്കാം. അവനൊന്ന് ശരിയാക്കാനുണ്ട്. ധൃതിയില്ല, പതുക്കെ മതി. തപ്പ ഞാനും തപ്പ. നെറ്റുണ്ടല്ലോ അല്ലേ? ഒരു പുരുഷൻ ഒരു സ്ത്രീയുമായി വ്യഭിചാരത്തിൽ ഏർപ്പെട്ടു. ആ വ്യഭിചാരത്തിൽ ഈ പെണ്ണ് ഒരു പെൺകുട്ടിയെ പ്രസവിച്ചു. ഈ പെണ്ണിനെ ഇവൻ തന്നെ വ്യഭിചരിച്ചിട്ടുള്ളൂ, മാറെ ഒരാളും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടേ ഇല്ല. അപ്പൊ ഈ കുട്ടി ഇവന്റെ ബീജത്തിൽ നിന്ന് ജനിച്ചതാണെന്ന് ഉറപ്പാണ്. എന്നാലും ആ കുട്ടി ഇവനെ സംബന്ധിച്ച് മഹറമല്ല, അന്യ പെൺകുട്ടിയാണ്. കാണാൻ പാടില്ല, തൊടാൻ പാടില്ല, കെട്ടലാലാണ്. അപ്പൊ നമ്മൾ ഉസ്താദ് കൊടുത്ത മറുപടി നിങ്ങൾ കേട്ടല്ലോ. ഇനി ഞാൻ പറയുന്നത് നിങ്ങൾ വളരെ ശ്രദ്ധിച്ചെന്ന് കേൾക്കണം. ഈ കോയ കോളിംഗ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമിനകത്ത് ഇവൻ സ്പോൺസേഡ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഇവൻ പഠിപ്പിച്ചു വിടുന്ന കുറെ ആൾക്കാരെ ഇതിനകത്തേക്ക് വിളിപ്പിക്കും. എന്നിട്ട് ഇസ്ലാമിനെ കുറിച്ചിട്ട് വളരെ മോശമായ രീതിയിലുള്ള ഖുർആനിലോ ഹദീസുകളിലോ ഒന്നും ഇല്ലാത്ത കാര്യങ്ങളൊക്കെ ഇവരിങ്ങോട്ട് പറയും. ഇതിനുള്ളൊരു ഉത്തരം ഈ ആണും പെണ്ണും കേട്ട ശിഖണ്ഡി ഇവർക്ക് അങ്ങോട്ട് പറഞ്ഞു കൊടുക്കും. ഇത് കേൾക്കുമ്പോൾ ഈ സംഘികളും ക്രിസംഖികളും വിചാരിക്കും, ഓ ഇവൻ പറയുന്നത് ശരിയാണ്, ഇവനാണ് ഏറ്റവും വലിയ പണ്ഡിതൻ എന്നൊക്കെ ഇവർ വിചാരിക്കും. ഇസ്ലാമിൽ സ്വന്തം മകളെ വിവാഹം കഴിക്കാം എന്ന് പറയുന്ന ആയത്ത് അല്ലെങ്കിൽ സൂറത്ത് ഏതിലാണ് എന്ന് ചോദിച്ചപ്പോൾ ഇവൻ മണിക്കൂറുകളോളം തപ്പിയിട്ടും ഇവനിക്ക് അതിനൊരു ഉത്തരം കിട്ടിയില്ല. അവസാനം ഇവൻ ഇന്റർനെറ്റ് ഇല്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അവിടെ കൂടിയ ആൾക്കാരെല്ലാം കൂടെ മൊബൈൽ കൊടുത്തു, ഇന്ന് എൻ്റെ ഉണ്ട് ഇന്റർനെറ്റ്, ഇതിനകത്ത് എടുത്തോ. ഇവന് ഈ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന ഈ ChatGPT എന്ന് പറയുന്ന സാധനത്തിനാണല്ലോ. അപ്പോൾ അതുപോലും ഇവനെ തള്ളി പറഞ്ഞു എന്നുള്ളതാണ്. കാരണം ഇവൻ ഈ ഭൂമിയിലെ വേണ്ടാത്തവനെന്നാണ് ChatGPT പോലും പറഞ്ഞിരിക്കുന്നത്. കാരണം സ്വന്തം മാതാവ് പറഞ്ഞു ഇവൻ എൻ്റെ ഉദരത്തിൽ അസുരത്ത് ജനിച്ചത് ശാപമായിട്ടാണ് എനിക്ക് തോന്നുന്നതെന്ന് ആ മാതാവ് സങ്കടത്തോട് പറയുന്നത് നമ്മൾ കേട്ടതാ. അവസാനം നിക്കക്കള്ളി ഇല്ലാതെ വന്നപ്പോഴത്തേക്ക് കൂടെ വന്ന വേട്ടാവളിയൻ പറഞ്ഞ് ആരിഫെ ഇനി ഇവിടെ നിൽക്കേണ്ട, കണ്ടം വഴി പാഞ്ഞോ, ആൾക്കാരെല്ലാം കലിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് ഇവൻ അവസാനം അവിടുന്ന് കുണ്ടിയിൽ തീ പിടിച്ച് ഓടുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഇവിടുന്ന് വണ്ടിയും പിടിച്ച് അവിടെ പോയി അടിമേടിക്കാൻ ഇവനെപ്പോലൊരു മണ്ടൻ ഇനി ഭൂമി മലയാളത്തിൽ ജനിക്കാനുണ്ടാവും. എന്തായാലും അടി കിട്ടാതെ പോയി ആരുടെയൊക്കെ ഭാഗ്യമെന്ന് പറയാൻ പറ്റത്തുള്ളൂ. ഇപ്പൊ സോഷ്യൽ മീഡിയയിലും സമൂഹ മാധ്യമങ്ങളിലും ഇവൻ മേടിക്കുന്ന അത്ര ഊക്ക് ഭൂമി മലയാളത്തിൽ ഒരാളും മേടിക്കുന്നില്ല. സത്യത്തിൽ ഈ സംഖ്യകൾക്കും കാസകൾക്കും ഒന്നും മിണ്ടാൻ പറ്റാത്തൊരവസ്ഥയായി. അവിടുന്ന് ഇവിടുന്നൊക്കെ എന്തൊക്കെയോ പൊക്കിക്കൊണ്ട് വന്നിട്ട് ഇവന്മാർ വന്നിരുന്നുണ്ട് ഈ സോഷ്യൽ മീഡിയയിൽ കിടന്നുകൊണ്ട് കുരച്ചുകൊണ്ടിരിക്കുക. ഈ അപരമത വിദ്വേഷം പടർത്തുന്ന ചില ആളുകൾ സോഷ്യൽ മീഡിയയിൽ കിടന്നുകൊണ്ട് വിളയാടുന്നുണ്ട്. ഇവരൊക്കെ കൃത്യമായി അനലൈസ് ചെയ്ത് അവരെയൊക്കെ എത്തിക്കേണ്ടടുത്ത് കൃത്യമായിട്ട് എത്തിക്കുക എന്ന് മാത്രമേ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് ഞാൻ അഭ്യർത്ഥിക്കുന്നുള്ളൂ. അപ്പോൾ നിങ്ങളുടെ കമൻറ്റുകൾ നല്ല ഞെരിപ്പായിട്ട് ഇങ്ങോട്ട് നമ്മുടെ കമൻറ്റ് ബോക്സിലേക്ക് കൊടുക്കുക. അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.